6 വർഷം മുൻപ് സുഹൃത്തുക്കൾ ചേർന്ന് യുവാവിനെ കുഴിച്ചുമൂടിയലിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. ശക്തമായ മഴയെ തുടർന്ന് ചതുപ്പിൽ വെള്ളം പൊങ്ങിയതാണ് കഴിഞ്ഞ ദിവസം തെരച്ചിൽ ദുഷ്കരമാക്കിയത്. സരോവരത്തെ ചതുപ്പിലേക്ക് മണ്ണുമാന്തി യന്ത്രം ഇറക്കാനായി താൽക്കാലിക റോഡ് നിർമ്മിക്കും. ഇംതിയാസാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇംതിയാസ്, എന്താണ് വിശദാംശം? അഭിലാഷ്, 6 വർഷം മുൻപ് സുഹൃത്തുക്കൾ ചേർന്ന് കുഴിച്ചുമൂടി എന്ന് പറയുന്ന യുവാവിന്റെ മൃതദേഹം ഉണ്ട് എന്ന് പറയുന്നൊരു സരോവരത്താണ്, കോഴിക്കോട് സരോവരത്താണ്. അവിടെ ഇന്നും തിരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നലെയൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ ചതുപ്പിൽ വെള്ളം പൊങ്ങിയത് ഈ തിരച്ചിലിനെ വലിയ രീതിയിൽ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ചെളി നിറഞ്ഞ മണ്ണും വെള്ളവും ഒക്കെ കൂടിച്ചേരുന്നതാണ് ഈ ചതുപ്പ് നിലം എന്ന് പറയുന്നത്. അവിടെ കല്ലുകളും മണ്ണുമൊക്കെ വെച്ചുകൊണ്ട് ചെറിയ റോഡ് ഉണ്ടാക്കുന്നു. ആ റോഡ് വഴി താൽക്കാലിക റോഡ് ഉണ്ടാക്കിയതിനു ശേഷം മണ്ണുമാന്തി യന്ത്രം ചതുപ്പിലിറക്കി ഇതൊക്കെ JCB ഉപയോഗിച്ച് കോരിയെടുക്കുക എന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ മഴയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ, ചതുപ്പിൽ വെള്ളമൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതങ്ങനെ പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമാണ് എന്നുള്ള കാര്യത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കേസിലെ പ്രതികളായിട്ടുള്ള ദീപേഷിന്റെയും നിഖിലിന്റെയും കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇന്ന് വൈകിട്ടോട് കൂടി തിരിച്ചു കൊടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ ഇനി കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ചതിന് ശേഷമായിരിക്കും എലത്തൂർ പോലീസ് ഇതിൽ ഒരു തീരുമാനമെടുക്കുക. ഒന്നാം പ്രതിയായിട്ടുള്ള നിഖിലിനെ എത്തിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും ഒക്കെ അവിടെ തിരച്ചിൽ നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ രണ്ട് കെടാവർ നായ്ക്കളെയും ഈ തിരച്ചിലിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മൂന്നാം ദിവസത്തിലും ഒരു പക്ഷേ ആ രീതിയിൽ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പോലീസ് പങ്കുവെക്കുന്നില്ല. എന്തായാലും തിരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒളിവിൽ ഒരു പ്രതി കൂടെയുണ്ട്. ആ പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ഊർജിതമാക്കിയിട്ടുമുണ്ട്. അഭിലാഷ്.